ഇത്ര കാമറായിട്ട് എങ്ങനെ ഇരിക്കാൻ പറ്റുന്നു സർ? വളരെ പ്ലസന്റ് ആയിട്ട്. അല്ല, അത് സ്വാഭാവികമായിട്ടിരിക്കുന്നതാണല്ലോ. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലേ ഞാൻ കാമല്ലാതാവണ്ടുള്ളൂ. റോഡിലൂടെ സൈക്കിൾ ഓടിക്കുന്നത്. വീട്ടിലുള്ളവർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാം. എല്ലാവരും അറിഞ്ഞ ഒരു സാധനത്തിൽ നമുക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല. ചില പ്രണയങ്ങൾ പോലെയാ. നാട്ടുകാരെല്ലാം അറിഞ്ഞ പ്രണയത്തിൽ നിന്ന് രണ്ടുപേർക്കും പിന്മാറാൻ പറ്റില്ലല്ലോ. നമ്മൾ പിന്നെ അതിൽ ഇവനാ സ്മിതയോട് അതുകൊണ്ട് ഇവൻ തോറ്റാ പകുതി മീശ പോകും. അതെ. എന്നാലും ഒരു 1.5 വർഷത്തോളം സാറിനെ ഒന്ന് പിറകെ നടത്തിയെന്ന് ഞാനൊന്ന് അറിഞ്ഞു. എന്തുകൊണ്ടായിരിക്കും സാറേ? കാരണം ഞാൻ നോക്കുമ്പോൾ ഏറ്റവും ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള മനസ്സിൽ നന്മകളുള്ള ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ ചേച്ചി 2 അല്ലെങ്കിൽ ഒരു 1.5 വർഷമൊക്കെ പിറകെ നടത്തിച്ചത് എന്തായിരിക്കും സർ? ഈ ഗുഡ് ലുക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ സങ്കല്പം ഇത്രയൊക്കെ ഉള്ളൂ. സാറ് മുഴുവൻ സ്കെച്ച് ചെയ്തിട്ടാണ് ചേച്ചിയുടെ സ്കെച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നും കോമൺ സെൻസ് ഉള്ള മനുഷ്യനാണല്ലോ. ഇത് ചിന്തിക്കുന്നത് തെറ്റൊന്നുമില്ലല്ലോ. എവിടുന്നാണ് വരുന്നത്, എന്താണ് അവരുടെ കുടുംബ പശ്ചാത്തലം, അല്ലാതെ ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ട് ആ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെയും നീളത്തിന്റെയും വീതിയുടെ അളവിൽ പ്രേമിക്കുന്നവനെ മരമണ്ടനല്ലേ വിളിക്കേണ്ടത്. ഞാൻ എന്ത് ചെയ്താലും ഇന്നേ വരെ നോ എന്നോ അതെന്തിനാ അങ്ങനെയെന്നോ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇതേവരെ എനിക്കതൊരു അത്ഭുതമാണ്. ഇങ്ങനെയാണ് ഒരു മനുഷ്യനെ അന്ധമായിട്ട് ഒരാൾ വിശ്വസിക്കുന്നത്. ആകപ്പാടെ വല്ലപ്പോഴും സംശയം തോന്നുന്നത് ഞാൻ ദീർഘയാത്രയ്ക്കൊക്കെ പോയിട്ട് വരുമ്പം ആ സഞ്ചാരത്തിന്റെ വീഡിയോ നോക്കും. എന്നിട്ട് അതിനകത്ത് വല്ല പെൺപിള്ളേർ എന്റെ പുറകെ പോരുന്നുണ്ടോ. അപ്പൊ ഇതാണ് അന്നദാന രേഖ. ഞാൻ ധൈര്യപൂർവ്വം ഇവളോട് പറയും, നീ സഞ്ചാരം കാണുന്നല്ലേ, ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. പക്ഷെ ഞാനിത് എഡിറ്റ് ചെയ്തിട്ടായി ടെലികാസ്റ്റ് ചെയ്യുന്നത് നമുക്കറിയില്ലല്ലോ. നിങ്ങളുടെ എല്ലാവരുടെയും എന്നാലും സാർ ഇത്രയും വിജയകരമായിട്ട് ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. ഞങ്ങളൊക്കെ ഇപ്പോൾ ഞാനും കെട്ടിയവനും കല്യാണം കഴിച്ചിട്ട് 4 വർഷമായി. ഞങ്ങളുടെ ഈ ഏജിലുള്ള കല്യാണം കഴിക്കുന്നവരോട് സാറിന് ഒരു അഡ്വൈസ് തരാൻ പറഞ്ഞാൽ സാർ എന്തായിരിക്കും തരിക? ഇപ്പം എൻ്റെ അടുത്താണെങ്കിലും എന്നെ പോലെയുള്ള കുട്ടികളുടെ അടുത്താണെങ്കിലും. നിങ്ങളെപ്പോലുള്ള കുട്ടികളോട് കല്യാണം കഴിക്കേണ്ടതേ ഞാൻ പറയുള്ളൂ. കഴിക്കണ്ടാന്നോ സാർ? അതെന്താണ് സാർ അങ്ങനെ? അതെന്താ സാർ അങ്ങനെ? അല്ല, നിങ്ങൾ കല്യാണം കഴിച്ചില്ലെങ്കിലും ഈ ഭൂമിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ കഴിച്ചില്ലെങ്കിലും ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. വേറൊരു രീതിയിലാണ് വായിച്ചത്. നിങ്ങൾ കല്യാണം കഴിച്ചില്ലെങ്കിലും ഞങ്ങളെ പോലുള്ള ആണുങ്ങൾക്കൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല, അത്രയും ശല്യം ഞങ്ങൾക്ക് കുറഞ്ഞിരിക്കും. അതാണോ സാർ? വായിച്ചോളൂ. എന്റെ കെട്ടിയവൻ ഇതൊക്കെ കേട്ടിരുന്ന് സന്തോഷിക്കുക സാർ. കുറച്ച് നേരത്തെ ഒരു 4 വർഷം മുമ്പേ ആയിരുന്നു സാർ എന്റെ മുന്നിൽ വന്നിരുന്നെങ്കിൽ പുള്ളിയുടെ ജീവിതമെങ്കിലും രക്ഷപ്പെട്ടത് പുള്ളി. കാരണം നമ്മൾ കല്യാണം കഴിക്കുന്നത് ഇപ്പൊ നാട്ടുകാരുടെ ആവശ്യം അല്ലല്ലോ, നമ്മുടെ മാത്രം ആവശ്യമാണ്. അപ്പൊ കല്യാണം കഴിക്കുന്ന ആള് അവര് നിവൃത്തികേട് കൊണ്ട് കല്യാണം കഴിക്കുന്ന പലരും അല്ലെ. ഈ കല്യാണം കഴിക്കണം എന്ന് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും നിർബന്ധമുണ്ടോ? ഇല്ല. എന്തിനാണ് ഈ കല്യാണം? എന്റെ കല്യാണമാണ്, കുടുംബസമേതം വരണം. ഞാനൊരു കല്യാണം കഴിച്ചതിന്റെ പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോഴാണ് അവന്റെ കല്യാണം. അതാണ്. പക്ഷെ ഇത്രയും ഞാൻ സാറിന്റെ പേഴ്സണൽ പ്രണയത്തെ പറ്റി ചോദിച്ച സാർ അധികം ഇന്റർവ്യൂസിൽ പ്രണയത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേൾക്കാറില്ല. കൂടുതൽ യാത്രകളിലാണ് സാർ ഫോക്കസ് ചെയ്യുന്നത്. അല്ലെ, ഞാൻ പ്രണയത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരാളല്ലല്ലോ. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒത്തിരി പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. അത് ഞങ്ങളുടെ സ്വകാര്യമായ വിഷയങ്ങളാണ്. ഞാൻ പ്രണയിക്കുന്നത് എങ്ങനെയാണ്, ആ പ്രണയത്തിലെ ഓരോ സെക്കൻഡും എങ്ങനെയാണ്, ഇതൊക്കെ നാട്ടുകാരോട് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി. കാരണം ഇത്രയും ഒരാൾ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു വൈഫിന്റെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇംപെക്കബിൾ ആണ്. വൈഫിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വൈഫ് ഒരു കാര്യത്തിൽ ഉപദ്രവിക്കുന്നില്ല എന്നുള്ളതാണ്. ചിലർ വിജയിക്കുന്നില്ലെങ്കിൽ വൈഫ് ഉപദ്രവിക്കുന്നു എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഡെഡ്ലി. വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ തലപ്പത്തിരിക്കുന്നതെല്ലാം എൻ്റെ ഒരു മരങ്ങാട്ടുപള്ളി ഭാഷയിൽ പറഞ്ഞാൽ വളരെ ക്രൂരമായി പോകും, വിവരദോഷികളാണ്. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.